അടിമാലിക്ക് സമീപം പീച്ചാടിൽ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു. അടിമാലി സ്വദേശി ഒട്ടക്കൽ ഷാജഹാന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരുവും ഏലക്കയുമാണ് മോഷണം പോയത്. വ്യാഴാഴ്ച രാത്രിയിലാണ് പീച്ചാട് ടൗണിന് സമീപമുള്ള അടിമാലി സ്വദേശി ഒട്ടക്കൽ ഷാജഹാന്റെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കടയടച്ച് പോന്ന ശേഷം വെള്ളിയാഴ്ചയായതിനാൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഷാജഹാൻ അടിമാലിയിൽ നിന്നും പീച്ചാടുള്ള കടയിൽ എത്തിയത്. ഈ സമയത്താണ് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ ഉണക്ക ഏലക്കായും 300 കിലോ ഉണക്ക കാപ്പിക്കുരുവും മോഷണം പോയ വിവരം തിരിച്ചറിയുന്നത്. അടിമാലിലാണ് താമസിക്കുന്നത്. 8:30 കടയടച്ച് ഇറങ്ങിപ്പോകുന്നു. വെള്ളിയാഴ്ച നമ്മൾ ഒരു 4 മണിയോടുകൂടി തിരിച്ചു ചെന്ന് കട തുറന്നപ്പോഴാണ് അറിയുന്ന സംഭവം. ഏലക്കായും ഒരു ഏലക്കായും ഒരു 300 കിലോയോളം കാപ്പിക്കുരുവാണ് നഷ്ടപ്പെട്ടേക്കുന്നത്. കടയുടെ പിൻഭാഗം തകർത്താണ് മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. 2 ലക്ഷത്തിലധികം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി ഷാജഹാൻ പറഞ്ഞു. വിജനമായ ഈ പ്രദേശത്ത് കാര്യമായി മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. നാളുകൾക്ക് മുമ്പും ഷാജഹാന്റെ കടയിൽ നിന്ന് പണം മോഷണം പോയിരുന്നു. ഈ സംഭവത്തിലെ പ്രതികളെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.